വെൽക്കം ടു എയ്റ്റ് ബാസ്റ്റ്യൻ. ഇന്ന് നിങ്ങൾ നിൽക്കുന്നത് CGH ഗ്രൂപ്പിൻ്റെ എയ്റ്റ് ബാസ്റ്റ്യൻ എന്ന് വെച്ച ഫോർട്ട് കൊച്ചിയിലുള്ളൊരു ഹോട്ടലാണ്. ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി. ഇതിനോടകം തന്നെ വളരെ നല്ല ഡിഷസുകളുമായിട്ട് ഞങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു സീ ഫുഡ് സ്റ്റ്യൂ എന്ന് പറയുന്നൊരു ഡിഷാണ്. അതൊരു സൂപ്പാണ്. അതൊരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള കൽദറേദ ദേ പെഷെ എന്ന് പറയുന്ന ഒരു സൂപ്പിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണത്. ആക്ച്വലി അതാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് സീ ഫുഡ്, കലമാരിയും ഷിംസും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. കൂടാതെ കോക്കനട്ട് മിൽക്ക് ഉണ്ട്, ഗാർലിക് ഉണ്ട്, റെഡ് പെപ്പർ, ബെൽ പെപ്പേഴ്സ്, യെല്ലോ പെപ്പർ, റെഡ് പെപ്പർ, അങ്ങനെ പെപ്പേഴ്സ് ഉണ്ട്, ഷാലറ്റ്സ് ഉണ്ട്, സാൾട്ട്, പെപ്പർ, സിലാന്ത്രോ, കസ്തൂരി മേത്തി എന്ന് പറയുന്ന ഒരു ഹെർബ് ഡ്രൈ ആണ്, അതുണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഞാൻ ഒഴിക്കുകയാണ്. അതിലേക്ക് കുറച്ച് സ്ലൈസ് ഗാർലിക് ഉണ്ട്, സ്ലൈസ് ഗാർലിക് ഇടാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് അഞ്ചോവി പേസ്റ്റ്, അഞ്ചോവി എന്ന് പറയുന്നത് ഒരു ഫിഷാണ്, സാൾട്ടി ഫിഷാണ്, അതിൻ്റെ കുറച്ച് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുകയാണ്. നമുക്ക് ക്യാനിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ കൊഴുവ എടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോയും ഗാർലിക്കും കൂടി സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റാണത്, അത് കുറച്ച് ആഡ് ചെയ്തു. അതിലേക്ക് ഞാൻ വീണ്ടും അല്പം ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ നമ്മൾ തന്നെ ബ്ലാഞ്ച് ചെയ്ത് അതിൽ പ്യൂരി ബ്ലെൻഡ് ചെയ്തതാണത്. അതിലേക്കാണ് ഞാൻ കുറച്ച് ഒനിയൻ, സ്ലൈസ് ചെയ്ത ഒനിയനാണ്, അത് കുറച്ചിടുന്നു. കുറച്ച് സാൾട്ട് ഇടുന്നു. ഇതിലേക്ക് ഞാൻ സീ ഫുഡ് ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫിഷ് സ്റ്റോക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് ഞാൻ ബെൽ പെപ്പേഴ്സ് ഇടാണ്. ബെൽ പെപ്പേഴ്സ് എനിക്ക് ആക്ച്വലി അധികം കുക്ക് ചെയ്യേണ്ട, അതുകൊണ്ട് തിളച്ചിട്ട് ഇട്ടിട്ട് ഞാൻ വേഗം തന്നെ ഇത് എടുക്കുന്നതായിരിക്കും. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിക്കുകയാണ്, തേങ്ങാപ്പാൽ. അതിലേക്ക് കുറച്ച് സിലാന്ത്രോ, അതായത് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തതാണ്, അത് കുറച്ച് ആഡ് ചെയ്തു. ഒപ്പം ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കസ്തൂരി മേത്തി, ഇതൊരു ഡിഫറെൻറ്റ് ടച്ചാണ്. കസ്തൂരി മേത്തിയുടെ കുറച്ച് ഇലകളും കൂടി ഞാനിതിൽ ആഡ് ചെയ്തു. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ആക്ച്വലി ഇതിൻ്റെ പ്രസൻറ്റേഷൻ പാർട്ടാണ്. അതൊരു പ്രസൻറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് നമുക്കൊരു സൈഡായിട്ട്, സൂപ്പിൻ്റെ സൈഡായിട്ട് ഒരു ബ്രെഡ് കൊടുക്കണം. ആ ബ്രെഡ് കൊടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുകയാണ്. ആ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാനാണ്. അതേസമയം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പെപ്പറും സാൾട്ടും ആഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന രീതിയിൽ ഒരു ഷിംസും കൂടി ഞാൻ അതിനെ ഗ്രില്ല് ചെയ്യുകയാണ്. സൂപ്പിനെ ഞാൻ ചൂടാക്കി പ്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ്. ഷിംസ് അധികം നേരം കുക്ക് ചെയ്യേണ്ട, അത് ഓൾറെഡി കുക്കായി കഴിഞ്ഞു. അതിലേക്ക് ഈ ഷിംസിനെ ഒരു ഗാർണിഷ് എന്ന രീതിയിൽ എടുത്തു വയ്ക്കുകയാണ്. കൂടെ ഒരു പ്രത്യേക പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ അത് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒനിയനും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സിലാന്ത്രോയും. സിലാന്ത്രോ എന്ന് പറഞ്ഞാൽ കൊറിയാണ്ടർ ലീവ്സ് ആണ്. ഇതാണ് സീ ഫുഡ് സ്റ്റ്യൂ. ഇത് കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും എയ്റ്റ് ബാസ്റ്റനിലേക്ക് വരിക. എയ്റ്റ് ബാസ്റ്റൻ CGHൻ്റെ ഒരു ഹോട്ടലാണ്, ഫോർട്ട് കൊച്ചിയിലാണ് ഞാൻ പറഞ്ഞു. എൻ്റെ പേര് സൈജു തോമസ്, ഞാനാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ്. നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം.